Same to you. എല്ലാവർക്കും സുഖമല്ലേ ചിക്കൻ किधर जाएगा? कुंभ मेला कौन कौन जाएगा? आप और मैं आओ हम दोनों जाएगा. നമ്മൾ രണ്ടുപേരും കുംഭമേളയ്ക്ക് പോവാന്നാണ് ആള് പറയുന്നത്. 15 ലക്ഷം രൂപയ്ക്കാണ് മൊണാലിസ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറായി എത്തുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള അവസരവും മൊണാലിസയെ തേടിയെത്തിയിരുന്നു. 21 ലക്ഷം രൂപയ്ക്കാണ് സിനിമയുടെ കരാറിൽ മൊണാലിസ ഒപ്പുവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മൊണാലിസയ്ക്ക് ബോച്ചയെ പറ്റി വലിയ അറിവില്ലെന്ന് തോന്നുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ. കുറച്ചു ദിവസം മുമ്പ് മൊണാലിസ എന്ന പെൺകുട്ടി കുംഭമേള നടക്കുമ്പോൾ വൈറലായിരുന്നു. ഈ വൈറൽ സാധനങ്ങൾ തപ്പിപ്പിടിച്ച് നടക്കുന്ന നമ്മുടെ ബോച്ച് ആ വൈറലായ പെൺകുട്ടിയെ തന്നെ തന്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിക്കാൻ കോഴിക്കോട് കൊണ്ടുവരികയുണ്ടായി. ബോച്ച അവിടെ വന്ന സമയത്ത് പല കാര്യങ്ങളും കുത്തി പറയുന്നുണ്ടായിരുന്നു. ബോച്ച പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് മൊണാലിസ എന്ന പെൺകുട്ടി ആരാന്നറിയാത്ത കുറെ ആളുകൾക്ക് വേണ്ടി നമുക്ക് ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. കുംഭമേള പ്രയാഗ്രാജിൽ പുരോഗമിക്കുകയാണ്. കാവ്യവസ്ത്രം ധരിച്ചെത്തിയ സന്യാസിമാരും ബാബമാരും വിശുദ്ധ ത്രിവേണി സംഗമത്തിൽ ആത്മീയ ശുദ്ധീകരണം തേടുമ്പോൾ പ്രയാഗ്രാജിൽ നിന്ന് ഒരു അപ്രതീക്ഷിത മുഖം ഇന്റർനെറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ മുഖം ഒരു മതനേതാവിന്റേതോ ആത്മീയ ആചാര്യന്റേതോ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടേതോ അല്ല, മറിച്ച് ഒരു മാല വിൽപ്പനക്കാരിയുടേതാണ്. രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത്. ലളിതമായ വേഷവിധാനം, കഴുത്തിൽ മുത്തുമാലകൾ, മേക്കപ്പ് ഇല്ലാത്ത മുഖം, നീണ്ട മുടി, തിളങ്ങുന്ന കണ്ണുകൾ, ആരും വീണ്ടും നോക്കിപ്പോകുന്ന രൂപം. ശിവം ലംഘ്ര പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. ഒടുവിൽ നെറ്റിസൺസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊണാലിസ ഭോസ്ലെയാണ് ഈ താരം. പിന്നെ ഇന്റർവ്യൂകളായി, റീലുകളായി, സെൽഫികളായി മൊണാലിസ അങ്ങ് സ്റ്റാറായി. ഇതൊരു വ്ളോഗർ പറ്റിച്ച പണിയാണ്. ജസ്റ്റ് കുട്ടിയുടെ വീഡിയോ ഒക്കെ ആ കുട്ടി അറിയാതെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, അത് വൈറലാകുന്നു. ഏതായാലും ആ പാവപ്പെട്ട ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ വൈറലായി. ഇന്ത്യ മൊത്തം സംസാരിക്കുന്ന ഒരു രീതിയിൽ ആ പെൺകുട്ടി മാറി എന്നുള്ളതാണ്. ഈ നാട്ടിൽ ഇതിലും സൗന്ദര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ചിലതൊക്കെ വിധിയാണ്. ആ പെൺകുട്ടിയുടെ നല്ല സമയമായതുകൊണ്ട് ആ പെൺകുട്ടി വൈറലായി. കമന്റുകൾ ഞാൻ കാണുകയുണ്ട്, ഈ പെൺകുട്ടിയാണ് ഇത്രയും സൗന്ദര്യം, ഈ പെൺകുട്ടിയേക്കാൾ എത്ര സൗന്ദര്യമുള്ള പെൺകുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്ന കമന്റൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഒക്കെ അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ഈ പെൺകുട്ടിയെ കാണാൻ മോശമൊന്നുമല്ല. ആ പെൺകുട്ടിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ആ പെൺകുട്ടി വൈറലായി. അത് കാരണം ഇന്ത്യ മൊത്തം ആ പെൺകുട്ടി അറിയപ്പെട്ടു. അങ്ങനെയുള്ള ആ പെൺകുട്ടിയാണ് നമ്മുടെ ബോച്ചെ കോഴിക്കോട് എത്തിച്ചത്. ഭയങ്കര ജനക്കൂട്ടമൊക്കെ ആയിരുന്നു. ബോച്ചെ സമ്മേളനത്തിൽ വെച്ച് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 2 വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ബോച്ചയ്ക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബോച്ചയുടെ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പം മൊണാലിസ വന്ന ഇനോഗ്രേഷൻ ടൈമിലെ കുറച്ച് കാര്യങ്ങളൂടെ കണ്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ചോദിക്കട്ടെ, മോഡലിംഗ് കരേഗാ, മാർക്കറ്റിംഗ്, പ്രൊമോഷൻ സബ് കുച്ച് കരേഗാ നാ വിത്ത് പെർമിഷൻ ഒന്ന് കൊടുത്തേ. ഇത് ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാ. 10,000 ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ, എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷനാണ് മൊണാലിസ. എന്ത് മര്യാദക്കാരനായി ബോച്ചെ. ഇപ്പം ഇടുമ്പോൾ ചോദിച്ചിട്ടൊക്കെ ഇടത്തുള്ളൂ. ബോച്ചെ സ്വയം പൊങ്ങിയാണ്, മണ്ടനാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു വീഡിയോ കാണുക. പുള്ളി എത്രത്തോളം ബുദ്ധിപരമായിട്ടാണ് വൈറലായിട്ടുള്ള ആ പെൺകുട്ടിയെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് തൻ്റെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാമെന്ന് ചിന്തിച്ച ബോച്ചയുടെ തല അത് സമ്മതിച്ചു കൊടുക്കണം. പിന്നെ ബോച്ച ഈ ഡബിൾ മീനിങ് പറയുന്നതിനോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ബോച്ചെ ശരിക്കും ആള് മാറിയോ? നമുക്ക് 1-2 വീഡിയോയുടെ കാണുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. വാലന്റൈൻസ് ഡേ മലയാളം കുറച്ച് പഠിച്ചു തുടങ്ങി. ബാക്കി നമുക്ക് പഠിപ്പിക്കാല്ലേ? നമുക്ക് ഇവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാനുണ്ടല്ലേ? നമുക്ക് പഠിപ്പിക്കാം. ഇപ്പം ബോച്ചെ മൊത്തമായിട്ട് ഡബിൾ മീനിങ് വിട്ടിട്ടില്ല. ഡബിൾ മീനിങ് ഇല്ലാതെ എന്ത് ബോച്ചെ അല്ലേ? ഇത് പക്ഷേ വൃത്തികെട്ട രീതിയിലുള്ള ഡബിൾ മീനിങ് അല്ല. എന്നാലും പുള്ളിയുടെ ഡബിൾ മീനിങ് ഏതെങ്കിലും ഒരു തരത്തിൽ പറയണ്ടേ? ഞാൻ ഈ കുംഭമേളയ്ക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രത്യക്ഷമാവുന്നത്. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അപ്പോൾ കുംഭമേള ഡയമണ്ട് ആണ് ഇപ്പോൾ നമ്മുടെ
बोचे गोल्डन डायमंड बॉबी ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ ഡയമണ്ട് हो गया अभी അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത്. ഇപ്പൊ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരുമ്പോ. अभी मोनालिसा बोला है हम दोनों कुंभ मेला जाएगा क्या, हमको पूछता है क्या जाएगा, जरूर जाएंगे किधर जाएगा, कुंभ मेला. कौन कौन जाएगा, आप और मैं. आओ हम दोनों जाएगा. നമ്മൾ രണ്ടുപേരും കുംഭമേളയ്ക്ക് പോവാന്നാണ് ആള് പറയുന്നത്. മൊണാലിസയ്ക്ക് ബോച്ചയെ പറ്റി വലിയ അറിവില്ലെന്ന് തോന്നുന്നു. എന്തായാലും ബോച്ചയും മൊണാലിസയൊക്കെ കുംഭമേളയൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ. പിന്നെ ഇനിയും ബോച്ചെ മൊണാലിസയുടെ കൂടെ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, അതുകൂടെ ഒന്ന് കാണാം. മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു. അപ്പം ബോച്ച പറയുന്നത് താൻ മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറ്റബോധമൊന്നും ഇല്ല എന്ന് തന്നെയാണ് ബോച്ച പറയുന്നത്. അപ്പം ബോച്ചയ്ക്ക് തൻ്റെ തെറ്റ് ഇതുവരെയും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയും കാര്യങ്ങളൊന്നും പിടികിട്ടിയിട്ടില്ല എന്നാണ് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. ചുവപ്പിൽ ഗോൾഡൻ വർക്കുള്ള ലഹങ്ക അണിഞ്ഞ് അതിസുന്ദരിയായാണ് മൊനാലിസ എത്തിയത്. 15 ലക്ഷം രൂപയ്ക്കാണ് മൊനാലിസ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറായി എത്തുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള അവസരവും മൊനാലിസയെ തേടിയെത്തിയിരുന്നു. സനോജ് മിശ്ര സംവിധാനം ചെയ്ത ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ബോളിവുഡ് ചിത്രത്തിൽ പെൺകുട്ടി നായികയായി എത്തും. 21 ലക്ഷം രൂപയ്ക്കാണ് സിനിമയുടെ കരാറിൽ മൊണാലിസ ഒപ്പുവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇൻഡോറിൽ നിന്നുള്ള മാല വിൽപ്പനക്കാരിയാണ് മൊണാലിസ. ഇരുണ്ട നിറവും ചാരക്കണ്ണുകളും വശ്യമനോഹരമായ പുഞ്ചിരിയുമായി എത്തിയ മൊണാലിസയുടെ ചിത്രങ്ങൾ വ്ളോഗർമാർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വൈറലായത്. പിന്നാലെ സിനിമയിലും അവസരം ലഭിച്ചു. പെട്ടെന്ന് പ്രശസ്തിയിൽ വന്ന ഒരു പെൺകുട്ടിയാണ്, അതിന് പടം കിട്ടുന്നു, ഇങ്ങനെയുള്ള ഇനോഗ്രേഷൻസ് കിട്ടുന്നു. റാക്സ് ടു റിച്ചസ് എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും താഴെക്കിടയിൽ നിന്ന് പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ മൊണാലിസ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവര് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് കൈ കാശ് വരിക, ഫേമസ് ആകുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പലരും പറ്റിക്കാൻ കൂടെ ചേരും. അതുകൊണ്ട് ആ പെൺകുട്ടി പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ പണമൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് പണം ഉണ്ടാകുമ്പോൾ ഈ ലോട്ടറി അടിക്കുമ്പോൾ ഒക്കെ നമ്മുടെ കൂടെ പെട്ടെന്ന് ആളുകൾ കൂടുന്നൊരു സംഭവമില്ലേ, ആ സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. എന്തായാലും പെൺകുട്ടി നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ, പടവും ഒക്കെ അഭിനയിച്ച് ഇനോഗ്രേഷൻ ഒക്കെ ചെയ്ത് തൻ്റെ ഫാമിലിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ തോന്നുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.